എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വൈശാഖ് സൂര്യനാരായൺ. എൻ്റെ ഒരു സീക്രട്ട് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ പവർഫുള്ളായതും എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും അതുപോലെ തന്നെ വിശ്വാസങ്ങളെയും ലക്ഷ്യങ്ങളുമായി അലൈൻ ചെയ്യുവാനായിട്ട് വളരെ എളുപ്പത്തിൽ സഹായിക്കുകയും ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേര് മെത്തേഡ് 9 എന്നാണ്. എന്താണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പഠിക്കുന്നതിന് മുൻപായിട്ട് 21 ഡേയ്സിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫൊർഗീവ്നെസ് എന്ന കോഴ്സ് സൗജന്യമായി ഇപ്പോൾ നമ്മളുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ കോഴ്സ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മോഡ്യൂൾസും പ്ലേലിസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ₹1 പോലും ഫീസ് അടയ്ക്കാതെ ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഗൈഡൻസോ സപ്പോർട്ടോ ഈ ഒരു ഹീലിംഗ് ജേണിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്താണ് ടെക്നിക്ക് എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എനർജിയും ഫോക്കസും എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും നമ്മളെപ്പോഴും അവരെ കാണുക. എന്തുകൊണ്ട് ഈ ഒരു ടെക്നിക്കിനെ നമുക്ക് മാനിഫെസ്റ്റേഷന് ഉപയോഗിച്ചുകൂടാ? തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പേപ്പറും പേനയും എടുത്തതിന് ശേഷം എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യം എന്ന് ഡിഫൈൻ ചെയ്ത് എഴുതുക. വളരെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി തന്നെ എഴുതുക. കണ്ണുകൾ അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇമേജ്, ആ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞ ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ കാണാൻ കഴിയണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യം അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യുക. അതായത് കരിയർ ആണോ, ഹെൽത്ത് ആണോ, ഫൈനാൻസ് ആണോ, റിലേഷൻഷിപ്പ് ആണോ, ഇതിലേത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നൊന്ന് നോക്കുക. അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ, അങ്ങനെ 7 കാര്യങ്ങൾ കൗണ്ട് ചെയ്യുക. അത് വെറുതെ കൗണ്ട് ചെയ്താൽ പോരാ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് തന്നെ നമുക്ക് നോക്കാം. കരിയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ഗോള് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഇതുവരേക്കും ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ, അനുഗ്രഹങ്ങളാണ് അവിടെ കൗണ്ട് ചെയ്യേണ്ടത്. 1 എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എഴുതുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ജോലിയെപ്പറ്റിയാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ഇന്ന ഒരു ജോലി എനിക്ക് ആദ്യമായി ലഭിച്ചതിൽ, ആ ഒരു അനുഗ്രഹത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു. അത് കേവലം ആ ഒരു കാര്യം മാത്രം എഴുതിയാൽ പോരാ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ഗുണമാണ്, മാറ്റമാണ് ഉണ്ടായത് എന്ന കാര്യം കൂടി നമ്മളതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എഴുതാം, ആ ഒരു ജോലി ലഭിച്ചതിലൂടെ എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ധൈര്യം, ആത്മധൈര്യം ലഭിച്ചു. എൻ്റെ ഹൃദയത്തിൽ നിന്നും ആ ഒരു അവസരത്തിന് നന്ദി നന്ദി നന്ദി. ഈ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7 കാര്യങ്ങളാണ് കൗണ്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ഒരു കരിയറിന് വേണ്ടി, കരിയർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ്, നിങ്ങൾ ഇതുവരേക്കും വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുവരേക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാവുന്നതാണ്. അതായത് ഫൈനാൻഷ്യലി സഹായിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് 1, 2, 3, 4 അങ്ങനെ 7 എണ്ണം വരെ എഴുതാവുന്നതാണ്. റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ലെസൺസ്, അതൊക്കെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. ഇതുവരെയും റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെൽഫ് ലവ്, സെൽഫ് വർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരേക്കും തോന്നിയിട്ടുള്ള മൊമെൻറ്റ്സിനോ സാഹചര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാവുന്നതാണ്. ഫൈനാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ, ഡിസ്കൗണ്ടുകൾ, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പണം, അത്തരത്തിൽ എന്ത് വേണമെങ്കിലും കൗണ്ട് ചെയ്യാവുന്നതാണ്. ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും ഹെൽത്തി ആയിട്ട് തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ, നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ, ആത്മധൈര്യം തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ, ആ സമയങ്ങളെയൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാവുന്നതാണ്. അപ്പോൾ 7 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയതിന് ശേഷമാണ് പ്രധാനപ്പെട്ട ഹൃദയഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. 8, 9 എന്നീ 2 നമ്പറിലായിട്ട് നമ്മൾ എഴുതേണ്ടത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ള ആ ഒരു ലക്ഷ്യം അത് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു എന്ന നിലയിലാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഫൈനാൻസിൻ്റെ കാര്യത്തിൽ എടുക്കാം. എനിക്ക് അടുത്ത ആഴ്ച ഒരു 10 ലക്ഷം രൂപ വേണം.
അപ്പോൾ 8ാമത്തേതായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് ആ 10 ലക്ഷം രൂപ എനിക്ക് ഓൾറെഡി ലഭിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ 10 ലക്ഷം രൂപ എനിക്ക് ഇന്ന ഒരു അവസരത്തിൽ, ഏത് അവസരമാണെന്നുള്ളത് നിങ്ങളുടെ ലൈഫിലുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യുക. ഇന്ന സാഹചര്യത്തിലൂടെ എനിക്ക് ലഭിച്ചതിൽ നന്ദി, അത് ലഭിച്ചതിലൂടെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതിലും നന്ദി. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അത് നടന്നു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അങ്ങനെ 2 കാര്യങ്ങൾ വേണം 8, 9 നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിലോ പ്രസൻറ്റ് പെർഫെക്റ്റിലോ ഒക്കെ വേണം എഴുതാനായിട്ട്. ഈ 9 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സാഹചര്യം തിരഞ്ഞെടുക്കുക. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അതിലാദ്യത്തേത് മനസ്സിരുത്തി ഒന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ചിട്ട്, അത് ഓൾറെഡി നമ്മുടെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ്, അനുഗ്രഹമാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു സഹായമായിരിക്കും, അത് നമ്മളുടെ മനസ്സിലേക്ക് ആ ഒരു ഓർമ്മ കൊണ്ടുവരിക. എന്നിട്ട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ആ ഒരു ഫീലിംഗ്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അനുഭവിക്കുക. എന്നിട്ട് എന്താണോ എഴുതിയത് അതേ വാചകങ്ങൾ മനസ്സിൽ 3-4 വട്ടം ഉരുവിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഹൈ ആയിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കാം. അതിനുശേഷം 2ാമത്തെയും 3ാമത്തെയും 7 വരെയും ഇതേ ആ ഒരു സ്റ്റെപ്പ് ആവർത്തിക്കുക. അങ്ങനെ 7 എണ്ണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു എനർജി, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിലായിരിക്കും അല്ലേ. ഇവിടെയാണ് ആ ഒരു ടെക്നിക്കിൻ്റെ 2ാമത്തെ സീക്രട്ട് കിടക്കുന്നത്. 8ഉം 9ഉം യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞതല്ല, പക്ഷേ നിങ്ങൾ അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് സങ്കല്പിച്ചുകൊണ്ട് എങ്ങനെയാണോ 7 കാര്യങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞത് അതുപോലെ തന്നെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിനിന് ഇത് നടന്നതാണോ നടക്കാത്തതാണോ എന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഓൾറെഡി നിങ്ങൾ റീകോൾ ചെയ്തത് 7 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രെയിനിന് ആ ഒരു ഫീലിങ്ങോട് കൂടി തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് സബ് കോൺഷ്യസിൽ ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ വളരെ ശാന്തമായി സമാധാനമായിട്ട് എഴുന്നേൽക്കുക. ഈ ഒരു ടെക്നിക്ക് അടുത്ത 3 ദിവസം രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ലെറ്റ് ഇറ്റ് ഗോ എന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ലെറ്റ് ഇറ്റ് ഗോ? നിങ്ങളുടെ ഗോള് അത് നടക്കുമോ നടക്കാതിരിക്കുമോ ഇങ്ങനെയുള്ള പല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരാം അല്ലേ. ആ ചിന്തകളിൽ അത് നടക്കാനുള്ള സാധ്യത എന്താണ്, അതിൻ്റെ പ്രോബബിലിറ്റി, പോസിബിലിറ്റി, ഇതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സ്വഭാവം പൂർണ്ണമായിട്ട് നിർത്തുക. കാരണം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ആങ്ഷ്യസ് ആവുന്നോ, ടെൻഷൻ അടിക്കുന്നോ, വറീഡ് ആവുന്നോ അത്രത്തോളം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത സമയത്ത് അത് ഓൾറെഡി സംഭവിച്ചു എന്നാണ് നമ്മളുടെ ബ്രെയിനിൽ, സബ് കോൺഷ്യസിൽ ഫീഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു എനർജിയിൽ തന്നെ വേണം നമ്മൾ തുടർന്ന് അങ്ങോട്ടേക്ക് ജീവിക്കാനായിട്ട്. തീർച്ചയായിട്ടും ഹൗ, വെൻ, പ്രോബബിലിറ്റി, പോസിബിലിറ്റി ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇവിടെയാണ് ഹീലിങ്ങിൻ്റെ പ്രാധാന്യം വരുന്നത്. വളരെ കൃത്യമായി നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്കുകൾ ഹീൽ ചെയ്താൽ, നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ്സോ ഇൻസെക്യൂരിറ്റീസോ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ആ ഒരു ലക്ഷ്യം നേടി ഒരാളുടെ അതേ എനർജിയിൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയും. ഹീലിങ്ങിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. അറിവ് പ്രകാശം പോലെ പരക്കട്ടെ.